ഉമ്മ എന്ന പെണ്ണ് ഗോപാലിനെ വിവാഹം കഴിച്ച് മുംബൈയിലെ ഒരു ചെറിയ കുടിസുമുറിയിലേക്ക് എത്തുന്നു. എന്നാൽ വിവാഹ ജീവിതം സാധാരണമല്ല. ഇരുവരും തമ്മിൽ സംസാരമില്ല, അടുപ്പമില്ല, ഒരു ബന്ധം പോലുമില്ല. ഒരേ വീട്ടിലെ അന്യന്മാരെ പോലെ ജീവിക്കുകയാണ് അവർ. ഉമ്മയ്ക്ക് നഗരജീവിതത്തോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലായിരുന്നു. അവൾക്ക് വീട്ടുപണികൾ അറിയില്ല. ദിവസം മുഴുവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് അവൾ മാനസികമായി മാറാൻ തുടങ്ങുന്നു. ഗോപാൽ ജോലി ചെയ്തു വരും, പക്ഷെ അവളുടെ ജീവിതത്തിൽ യാതൊരു പങ്കുമില്ല. ഈ ഒറ്റപ്പെടൽ അവളുടെ ജീവിതം തന്നെ തകർക്കുന്നു. പതിയെ ഉമ്മയുടെ ശരീരത്തിലും മനസ്സിലും വിചിത്രമായ മാറ്റങ്ങൾ തുടങ്ങുന്നു. അവൾക്ക് സാധാരണ ഭക്ഷണം പോലും കഴിക്കാൻ തോന്നുന്നില്ല. വിശപ്പില്ലാതാകുന്നു. ശരീരത്തിൽ അസാധാരണമായ തണുപ്പ് അനുഭവപ്പെടുന്നു. രാത്രികളിൽ അവൾ പുറത്തേക്ക് ഇറങ്ങി അലഞ്ഞു നടക്കുന്നു. ഉറക്കം പോലും ശരിയായി നടക്കുന്നില്ല. ഒരു ദിവസം അവൾ ഒരു ആടിനെ പിടിച്ച് അതിന്റെ രക്തം കുടിക്കുന്നു. അതിനുശേഷം അവൾക്ക് ഒരു പുതിയ എനർജി ലഭിക്കുന്നു. അവൾക്ക് മനസ്സിലാകുന്നു തനിക്കിപ്പോൾ ജീവിക്കാൻ രക്തം വേണമെന്ന്. അതിനുശേഷം പക്ഷികളെ പിടിച്ച് രക്തം കുടിക്കുകയും അവയെ തുണിയിൽ പൊതിഞ്ഞ് ഒളിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ പിന്നീട് ആ പക്ഷികൾക്ക് വീണ്ടും ജീവൻ കിട്ടുന്നു. ഇതിനിടെ ഗോപാലുമായുള്ള ബന്ധം അല്പം മെച്ചപ്പെടുന്നു. അവർ സുഹൃത്തുക്കളായി സംസാരിക്കാൻ തുടങ്ങുന്നു. ഒരു ദിവസം അവർ തമ്മിൽ അടുപ്പത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഗോപാൽ മരിച്ചു പോകുന്നു. അത് ഉമ്മയുടെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഗോപാലിന്റെ മരണം ഉമ്മ മറച്ചു വെക്കുന്നു. അവന്റെ മൃതശരീരത്തോടൊപ്പം തന്നെ അവൾ ദിവസങ്ങൾ കഴിയുന്നു. പിന്നീട് അവൾ അത് കത്തിച്ച് ചാരമാക്കി ഇല്ലാതാക്കുന്നു. ഈ സമയത്ത് അവൾ പൂർണ്ണമായും മനുഷ്യരിൽ നിന്ന് അകന്നു പോയിരുന്നു. നാട്ടുകാർക്ക് സംശയം തോന്നി അവളെ ഡയൺ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. അവളുടെ പെരുമാറ്റം കൂടുതൽ ഭീകരമാകുന്നു. അവൾ ഇനി സാധാരണ മനുഷ്യരല്ലായിരുന്നു. രക്തം കുടിക്കാതെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. അവൾ ഒരു വാമ്പയറായി മാറിയിരിക്കുകയായിരുന്നു. അവസാനം എല്ലാം വിട്ട് ഉമ്മ ഒരു ട്രെയിനിൽ കയറുന്നു. കണ്ണാടിയിൽ അവളുടെ മുഖം കാണുമ്പോൾ കൂർത്ത പല്ലുകൾ വന്ന് മാറിയ രൂപമായിരുന്നു അവൾക്ക്.